ഹലോ. അപ്പം നമ്മളിന്നൊരു പെരവാസ്തോലിക്ക് പോകാം കേട്ടോ. ഒരു പെരവാസ്തോലി എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മയുടെ മോൻ്റെ പെരവാസ്തോലി തന്നെയാണ് കേട്ടോ. അന്നേരം രാവിലെ ഒരു 7:30 ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ ഈ പാല് കാച്ച ടൈമൊക്കെ. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. പിന്നെ നമുക്കിവിടെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ട്, സിഗ്നലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്കൂൾ ടൈമും കൂടെ ആയിരുന്നേ. രാവിലെ പിള്ളേരെല്ലാം സ്കൂളിൽ പോകുന്ന ഒരു തിരക്കും, സ്കൂൾ ബസ്സുകളും പിന്നെ എല്ലാവരും ഓഫീസിൽ പോകുന്ന തിരക്കും, അങ്ങനെ റോഡും ഭയങ്കര ട്രാഫിക്കുമായിരുന്നേ. പിന്നെ ഇവിടെ റെയിൽവേ ക്രോസും ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ബദനി സ്കൂളില്ലേ, നങ്ങാർകുളങ്ങരയുള്ള ബദനി സ്കൂളിൻ്റെ ഫ്രണ്ടായിരുന്നേ. അവിടെ ആണെങ്കിൽ ഭയങ്കര ട്രാഫിക്. അതുകൊണ്ട് നമ്മൾ തന്നെ പെരവാസ്തോലി ആ പാല് കാച്ചുന്ന ടൈം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നത് കണ്ടോ. നമ്മളെത്ര ഒരു 2 മണിക്കൂറോളം നല്ല ട്രാഫിക്കായിട്ട് അവിടെ കിടന്നേ കണ്ടോ. കുറച്ച് സ്ഥലം പോലും ഇല്ല, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഒന്നും വണ്ടിക്ക് പോകാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ കൂടെ ആ റെയിൽവേ ക്രോസ് ഇല്ലേ, അതും കൂടെ അടയ്ക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് നന്നായി. പിന്നെ അങ്ങനെ ഒരു വിധത്തിൽ ട്രാഫിക് എല്ലാം കഴിഞ്ഞു പോയപ്പോൾ ഇതുണ്ടല്ലോ, ഇതാ മണിച്ചിത്രത്താഴ് സിനിമയിലെ ആലുമൂട് തറവാടൊക്കെ ഇല്ലേ, ആ ഒരു കഥ നടന്ന ആ ഒരു തറവാടാണ് ഇതാണ്ട് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ മുട്ടത്താണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ളതാണ് ഈ തറവാട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ആ പാലുകാച്ച് വീട്ടിലെത്തി. ഇത് നമ്മൾ പാലുകാച്ചുന്ന വീട് ഏവൂരാണ്. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്ക് അതിൽ ഏവൂരെന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഇത്. അതായത് ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് പാലുകാച്ച് കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് അവിടെ വായിക്കുന്ന ഒരമ്മ വന്നിരുന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ വീടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറിയേ. വീടിൻ്റെ മുഴുവൻ പണിയൊന്നും അന്നേരം കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞേ. അപ്പോൾ രാവിലെ തന്നെ ഗണപതി ഹോമവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പാലുകാച്ചെല്ലാം കഴിഞ്ഞെന്ന് ഞാൻ പറയില്ലേ. അപ്പോൾ ജസ്റ്റ് മുറിയെല്ലാം ഒന്ന് കയറി കണ്ട് എല്ലാം ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വീട് വയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമല്ലേ. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന കാണാൻ നമ്മളും അതിലൊരു പങ്കാളിയായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എപ്പോഴും നാട്ടിലില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ സന്തോഷത്തിന് നമ്മളും ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ പയ്യനി മുകളിലൊന്നും കണ്ടില്ലേ. അപ്പോൾ അവിടെ കൂടെ കയറി എങ്ങനെയുണ്ട് പുതിയ വീടല്ലേ. അപ്പോൾ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വാർപ്പിനായാലും ഫൗണ്ടേഷനായാലും ഒന്നും ഞാനിവിടെ നാട്ടിലെത്ത സമയത്താണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് കയറി കാണുമായിരുന്നേ. കണ്ട് പിന്നെ കുറച്ച് നേരം എല്ലാവരുമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൊഫേ ആയിരുന്നേ. അപ്പോൾ കപ്പ, ചപ്പാത്തി, കോളിഫ്ലവർ കറി, ചിക്കൻ കുറുമ, അങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ കറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്ലേറ്റ് ഞാൻ എടുത്തതല്ല കേട്ടോ. ഞാൻ കഴിച്ചത് കൊണ്ട് ഇതാണ്. കുറച്ച് ഫ്രൈഡ് റൈസും സലാഡും പപ്പടവും കുറച്ച് കപ്പയും കോളിഫ്ലവർ കറിയും കൂടെ. കാരണം അറിയാമല്ലോ, ഞാൻ ചിക്കനൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. എല്ലാം നല്ല ഫുഡായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ പയ്യെ അവിടെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞൊരു പുഞ്ച പോലെ ഉണ്ടേ. അവിടെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുക, കൃഷിയൊക്കെ ചെയ്യത്തില്ലേ അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം നിന്ന് കേട്ടോ. ഒരു വൈകുന്നേര സമയത്താണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വെയിലൊന്നും ഇല്ലാതെ വെള്ളം കയറി കിടക്കും. നേരത്തെയൊക്കെ ഇവിടെ നെല്ലൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ ഈ മഴ സമയമായിട്ട് നെല്ലൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ അവിടെ ചൂണ്ടയിടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങ് പോയിരുന്നു. കാരണം ഇനി മഴ വല്ലതും വന്നു കഴിഞ്ഞാലോ അല്ലെ വീട്ടിൽ ആരെങ്കിലും ആക്കി അന്വേഷിച്ച് വരുന്നതിന് മുന്നേ അങ്ങ് ചെല്ലാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും തിരിച്ച് വീട്ടിലോട്ട് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് നടന്നു കേട്ടോ. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. ഞങ്ങൾ നടന്നാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ പയ്യെ നടന്നു വരാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നടന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ ചെറിയ വിശേഷം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ.